International news agencies. അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ. When we speak about various news sources, we often come across news agencies just because of the fact that these agencies regularly contributes to various media outlets. നമ്മൾ പൊതുവെ വാർത്താ ഏജൻസികളെ കുറിച്ച് പറയുമ്പോൾ ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസികളിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്താണ് വാർത്താ ഏജൻസി എന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. So basically a news agency is an organization that gathers, writes and distributes news from around a nation or the world to newspaper, periodicals, radio and television broadcasters, government agencies and other users. വാർത്ത ശേഖരിച്ച് എഴുതി വിതരണം ചെയ്യുന്ന, പ്രത്യേകിച്ചും ഒരു രാജ്യത്തിനകത്തും പുറത്തും ലോകത്തിന്റെ പുറത്തും വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു സംഘടനയാണ് ന്യൂസ് ഏജൻസി എന്ന് പറയുന്നത്. അതിനെ ആൾസോ കോൾഡ് പ്രസ് ഏജൻസി, വയർ സർവീസ് ഓർ ന്യൂസ് സർവീസ്. പ്രസ് ഏജൻസി, വയർ സർവീസ്, ന്യൂസ് സർവീസ് എന്നൊക്കെ പേര് വിളിക്കാറുണ്ട്. മാത്രമല്ല ഇങ്ങനെ ശേഖരിക്കുന്ന വാർത്തകൾ പത്രങ്ങൾക്കും മറ്റു പ്രസിദ്ധീകരണങ്ങൾക്കും റേഡിയോ, ടെലിവിഷൻ പോലുള്ള പ്രക്ഷേപണ മാധ്യമങ്ങൾക്കും ഗവൺമെന്റ് ഏജൻസികൾക്കും മറ്റു സ്ഥാപനങ്ങൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും നൽകുന്നവരാണ് വാർത്താ ഏജൻസികൾ. It does not itself publish news but supplies news to its subscribers. സാധാരണഗതിയിൽ ഒരു വാർത്താ ഏജൻസി അവരുടെ വാർത്തകൾ അവരുടേതായി പ്രസിദ്ധീകരിക്കാറില്ല, പകരം വരിക്കാരായിട്ടുള്ള മറ്റു മാധ്യമ സ്ഥാപനങ്ങൾക്ക് നൽകാറാണ് പതിവ്. എന്നിരുന്നാലും പുതിയ ഓൺലൈൻ മാധ്യമങ്ങളുടെ വരവോടുകൂടി പല വാർത്താ ഏജൻസികളും അവരുടെ വെബ്സൈറ്റിൽ തന്നെ വാർത്തകൾ പ്രസിദ്ധീകരിച്ചു വരുന്ന ഒരു പ്രവണതയും ഇന്നുണ്ട്. All of the mass media depend upon news agencies for the bulk of the news, including the big newspapers and the broadcast media. പൊതുവെ നമ്മുടെ പ്രമുഖരായിട്ടുള്ള വലിയ വർത്തമാന പത്രങ്ങളും പ്രമുഖരായിട്ടുള്ള പ്രക്ഷേപണ മാധ്യമങ്ങളും ബൾക്കായിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ന്യൂസുകൾക്ക് വേണ്ടിയിട്ട് ഇത്തരം വാർത്താ ഏജൻസികളെ ആശ്രയിക്കാറുണ്ട്. Big three. There are three largest news agencies in the world. പൊതുവെ ലോകത്തുള്ള 3 പ്രധാന വാർത്താ ഏജൻസികളാണ്, അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളാണുള്ളത്. അവ ബിഗ് 3 എന്നാണ് അറിയപ്പെടുന്നത്. വമ്പന്മാരായ 3 പേരാണിവർ. ദ അസോസിയേറ്റഡ് പ്രസ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, റോയിറ്റേഴ്സ് ഇൻ ദ ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് ഏജൻസി ഫ്രാൻസ് പ്രസ് ഇൻ ഫ്രാൻസ്. യുഎസിലുള്ള അസോസിയേറ്റഡ് പ്രസ് എന്ന AP, ബ്രിട്ടനിലുള്ള റോയിറ്റേഴ്സ്, AFP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഏജൻസി ഫ്രാൻസ് പ്രസ് ഫ്രാൻസിൽ നിന്നും. ഈ 3 പേരാണ് പ്രധാനപ്പെട്ട ലോകത്തെ വാർത്താ ഏജൻസികൾ. Only these and a few others have the financial resources to station experienced reporters in most areas of the world. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ റിപ്പോർട്ടർമാരെ, പ്രത്യേകിച്ച് പരിചയസമ്പന്നരായ റിപ്പോർട്ടർമാരെ നിയമിക്കാൻ സാമ്പത്തിക ശേഷിയുള്ള അപൂർവം ചില അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളിൽ ഈ 3 പേരും വളരെ കുറച്ച് വാർത്താ ഏജൻസികൾ മാത്രമേ പെടുകയുള്ളൂ. These agencies are equipped also to distribute service almost instantaneously. തത്സമയം വാർത്തകൾ ശേഖരിച്ച് നൽകാനുള്ള എല്ലാ സജ്ജീകരണവുമുള്ള വാർത്താ ഏജൻസികളാണിവ. The Associated Press, for instance, can send a news bulletin to 80 countries in less than 1 minute. ഉദാഹരണമായി പറയുകയാണെങ്കിൽ അസോസിയേറ്റഡ് പ്രസ്സിന് 1 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ ഏകദേശം 80 രാജ്യങ്ങളിൽ അവരുടെ വാർത്താ ബുള്ളറ്റിനുകൾ നൽകാനാവും. The influence of these big three exert in the world is unparalleled. ലോകത്ത് ഈ 3 ബിഗ് 3 എന്നറിയപ്പെടുന്ന 3 വമ്പന്മാരുടെ സ്വാധീനം മറ്റാർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രാധാന്യമേറിയതാണ്. And there are often complaints from media critics that nothing becomes news until these agencies pick it up. അതുകൊണ്ട് തന്നെ പൊതുവെ മാധ്യമ വിമർശകരുടെ ഭാഗത്തു നിന്ന് ഇവരെ പറ്റിയിട്ടുള്ള പൊതുവെ വരുന്നൊരു പരാതി, ഏതെങ്കിലും വാർത്ത ഈ വാർത്താ ഏജൻസികൾ എടുക്കാത്ത പക്ഷം അത് വാർത്തയായി മാറില്ല എന്നുള്ളതാണ്. ആദ്യമായി നമുക്ക് AP അസോസിയേറ്റഡ് പ്രസ് പരിചയപ്പെടാം. APയുടെ ലോഗോ ആണ് ഈ കാണുന്നത്. The Associated Press is one of the largest news gathering services in the world. AP distributes international, regional and local news to media everywhere. The Associated Press offers daily reports, features, photographs and graphics. Its photographs are sent digitally via satellites. ലോകത്തെ ഏറ്റവും വലിയ വാർത്താ ഏജൻസി അന്താരാഷ്ട്ര, തദ്ദേശീയ അല്ലെങ്കിൽ പ്രാദേശിക വാർത്തകൾ എല്ലായിടത്തും വിതരണം ചെയ്യുന്നു. ദിനം പ്രതിയുള്ള വാർത്തകൾ, ഫീച്ചറുകൾ, വാർത്താ ചിത്രങ്ങൾ, ഗ്രാഫിക്സുകൾ എന്നിവ അവരുടെ സേവനങ്ങളുടെ ഭാഗമാണ്. പൊതുവെ വാർത്താ ചിത്രങ്ങൾ സാറ്റലൈറ്റ് വഴിയാണ് ഇവർ അയക്കാറുള്ളത്.
6 New York City newspapers founded the Associated Press in 1848. Today, the Associated Press has about 230 news bureaus worldwide. Its headquarters in New York. ന്യൂയോർക്കിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള ന്യൂയോർക്കിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള അസോസിയേറ്റഡ് പ്രസ് 1848 6 ന്യൂയോർക്ക് സിറ്റി ന്യൂസ് വർത്തമാന പത്രങ്ങൾ ചേർന്നാണ് ആരംഭിക്കുന്നത്. ഇന്ന് ലോകത്താകമാനം 230 ന്യൂസ് ബ്യൂറോകൾ APക്കുണ്ട്. AP has a television news service, APTN. AP News Network News, the largest single radio network in the US. AP services is available in English, German, Swedish, Dutch, French and Spanish. APTN എന്ന പേരിൽ ടെലിവിഷൻ ന്യൂസ് സർവീസുകൾ നൽകുന്നു. മാത്രമല്ല AP നെറ്റ്വർക്ക് ന്യൂസ് എന്ന പേരിൽ യുഎസിലെ ഏറ്റവും വലിയ റേഡിയോ നെറ്റ്വർക്കും ഇവരുടേതാണ്. ഇംഗ്ലീഷ്, ജർമ്മൻ, സ്വീഡിഷ്, ഡച്ച്, ഫ്രഞ്ച് ആൻഡ് സ്പാനിഷ് തുടങ്ങിയ ഭാഷകളിൽ ഇവരുടെ സേവനങ്ങൾ ലഭ്യമാണ്. അടുത്ത റോയിറ്റേഴ്സ് ആണ്. റോയിറ്റേഴ്സിന്റെ ലോഗോ ശ്രദ്ധിക്കുക. റോയിറ്റേഴ്സ് സർവീസ് ആർ അവൈലബിൾ ഇൻ മോർ ദാൻ 150 countries and it has bureaus in 100 countries. 100ഓളം രാജ്യങ്ങളിൽ ബ്യൂറോ ഉള്ള ഈ വാർത്താ ഏജൻസി 150ൽ കൂടുതൽ രാജ്യങ്ങളിൽ സേവനങ്ങൾ നൽകുന്നു. Reuters was one of the first news services furnished financial, political and general news to European newspapers. യൂറോപ്യൻ പത്രങ്ങൾക്ക് സാമ്പത്തിക, രാഷ്ട്രീയ പൊതുവാർത്തകൾ നൽകുന്ന ആദ്യത്തെ വാർത്താ ഏജൻസികൾ ഒന്നായിരുന്നു റോയിറ്റേഴ്സ്. 1851 പോൾ ജൂലിയസ് റോയിറ്റർ എന്ന വ്യക്തിയാണ് ലണ്ടനിൽ ഈ സ്ഥാപനം തുടങ്ങിയത്. In 1849, Reuters began the operation by using pigeons to carry news between the terminal points of the telegraph lines at the borders of Germany, Belgium and France. ഒന്ന് ആലോചിച്ച് നോക്കുക, 1849 തന്നെ ഇതിന്റെ സേവനങ്ങൾ ആരംഭിച്ചിരുന്നു. നമ്മളൊക്കെ പലപ്പോഴും കഥകളിലോ അല്ലെങ്കിൽ ചരിത്രങ്ങളിലോ വായിച്ചിട്ടുള്ള രീതിയിൽ സന്ദേശം കൈമാറിക്കൊണ്ടാണ് സേവനം ആരംഭിച്ചത്. പ്രാവുകൾ ആണ് സന്ദേശം കൈമാറിയിരുന്നത്. ജർമ്മനി, ബെൽജിയം, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിലുള്ള ഇവിടെയാണ് ഇത്തരം വാർത്തകൾ കൈമാറ്റം ചെയ്തു പോയിരുന്നത്. 1851 he established Reuters and supplied European financial news to subscribers. 1851 റോയിറ്റേഴ്സ് തുടങ്ങി ഈ സാമ്പത്തിക വാർത്തകൾ, യൂറോപ്യൻ സാമ്പത്തിക വാർത്തകൾ നൽകാൻ തുടങ്ങിയത്. He entered the general news business in 1858. 1858 പൊതു വാർത്തകൾ നൽകാൻ ആരംഭിച്ചത്. The Thomson Corporation took over Reuters Group in 2008 and it has become a part of Thomson Reuters. It transmits news in English, French, Arabic, Spanish, German, Italian, Portuguese, Russian, Japanese and Chinese. 2008 തോംസൺ കോർപ്പറേഷൻ റോയിറ്റേഴ്സ് ഗ്രൂപ്പ് ഏറ്റെടുത്തു. അതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ തോംസൺ റോയിറ്റേഴ്സ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ആ ഗ്രൂപ്പിന്റെ ഭാഗമാണിത്. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, അറബിക്, സ്പാനിഷ്, ജർമ്മൻ, ഇറ്റാലിയൻ, പോർച്ചുഗീസ്, റഷ്യൻ, ജാപ്പനീസ് ആൻഡ് ചൈനീസ് തുടങ്ങിയ ഭാഷകളിൽ ഇന്ന് റോയിറ്റേഴ്സിന്റെ സേവനം ലഭ്യമാകുന്നു. ഇത് കൂടാതെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ കുറിച്ചുള്ള, സാമ്പത്തിക ചലനങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ 23 ഭാഷകളിൽ നൽകുന്നു. 26,000 തൊഴിലാളികളും 2,000-ഓളം ജേർണലിസ്റ്റുകളും ഒക്കെയായി 185 ബ്യൂറോകളിലായിട്ട് റോയിറ്റേഴ്സിന്റെ പ്രവർത്തനം വ്യാപിച്ചു കിടക്കുന്നു. റോയിറ്റേഴ്സ് അസോസിയേഷൻ വിത്ത് ഇന്ത്യ began from its inception. റോയിറ്റേഴ്സിന്റെ പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ തന്നെ ഇന്ത്യയുമായി റോയിറ്റേഴ്സിന് ബന്ധമുണ്ട്. The first newspapers to publish Reuters news in India was the Bombay Times. പിന്നീട് The Times of India എന്ന പേര് മാറ്റിയ The Bombay Times ആണ് ആദ്യമായിട്ട് റോയിറ്റേഴ്സിന്റെ വരിക്കാരനായി ഇന്ത്യയിൽ നിന്ന് വാർത്ത പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. Reuters operation in India began on March 21, 1866 with Bombay as its headquarters. ബോംബെ ആസ്ഥാനമാക്കി 1866 മാർച്ച് 21 മുതൽ റോയിറ്റേഴ്സ് ഇന്ത്യയിൽ പ്രവർത്തനം നടത്തി വരുന്നു. അടുത്ത AFB ആണ്, ഏജൻസി ഫ്രാൻസ് പ്രസ്. ലോഗോ ശ്രദ്ധിക്കുക. AFP, a French cooperative news agency, is the third largest news services in the world after AP and Reuters. APയും റോയിറ്റേഴ്സും കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയാണ് AFP അഥവാ ഏജൻസി ഫ്രാൻസ് പ്രസ്. It is based in Paris where it was founded under its current name in 1944. 1944 പാരീസിലാണിത്
സ്ഥാപിക്കപ്പെട്ടത്. But its roots go back to the Bureau Havas, which has created in 1832 by Charles Louis Havas. എന്നിരുന്നാലും ബ്യൂറോ ഹവാസ് എന്ന പേരിൽ മുമ്പ് ആരംഭിച്ച ചാൾസ് ലൂയിസ് ഹവാസ് ആരംഭിച്ച ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഇതിന്റെ തുടക്കം എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. In 1835, the Bureau Havas became the Agency Havas. മുമ്പ് സൂചിപ്പിച്ച ബ്യൂറോ ഹവാസ് 1835 ഏജൻസി ഹവാസായി മാറുന്നു. ഇറ്റ് വാസ് ദ വേൾഡ്സ് ഫസ്റ്റ് ട്രൂ ന്യൂസ് ഏജൻസി. യഥാർത്ഥ സ്വഭാവങ്ങളെല്ലാം കാണിക്കുന്ന ലോകത്തെ ആദ്യത്തെ വാർത്താ ഏജൻസിയായിരുന്നു ഏജൻസി ഹവാസ്. Trusting rapid transmission of news, Agency Havas established the first telegraph service in France in 1845. വാർത്തകളുടെ ധാരാളം കുത്തൊഴുക്കുണ്ടായതോടുകൂടി 1845 ആദ്യത്തെ ടെലഗ്രാഫ് സർവീസ് ഫ്രാൻസിൽ തുടങ്ങിയ വാർത്താ ഏജൻസി കൂടിയാണ് ഏജൻസി ഹവാസ്. Agency Havas was suppressed in 1940 during the German occupation in France. ഫ്രാൻസിൽ ജർമ്മൻ അധിനിവേശം ഉണ്ടായിരുന്ന 1940 കാലഘട്ടങ്ങളിൽ ഏജൻസി ഹവാസിന്റെ പ്രവർത്തനം അടിച്ചമർത്തപ്പെട്ടു. After the liberation of Paris in 1944, the former journalist of the agency set up Agency France Presse as a voice service for liberated France. അപ്പോൾ 1944 പാരീസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടുകൂടി മുമ്പ് ഏജൻസി ഹവാസിന്റെ ഭാഗമായിരുന്ന ചില ജേർണലിസ്റ്റുകൾ ചേർന്നാണ് ഏജൻസി ഫ്രാൻസ് പ്രസെ എന്ന പേരിൽ ഈ ഏജൻസി വീണ്ടും പുനഃസ്ഥാപിക്കുന്നത്. In addition to having bureaus in major French cities, it has bureaus and correspondents in important world capitals. പ്രധാനപ്പെട്ട ഫ്രഞ്ച് നഗരങ്ങളിൽ ബ്യൂറോകളുള്ള സ്ഥാപനമാണ്. അതിന് പുറമെ ലോകത്താകമാനം ലോകത്തിലെ പ്രത്യേകിച്ചും ലോകരാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിൽ അവരുടെ കറസ്പോണ്ടന്റുകളെ ഇവർ നിയമിച്ചിട്ടുണ്ട്. സേവനങ്ങളും ആ രീതിയിൽ തന്നെ ലഭ്യമാകുന്നു. AFP also has a photo service and a number of specialized news report, several concerned with the African matters. AFPക്ക് ഏജൻസി ഫ്രാൻസ് പ്രസിന് ഫോട്ടോ സർവീസ് ഉണ്ട്. മാത്രമല്ല പ്രധാനപ്പെട്ട ചില പ്രത്യേക വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള റിപ്പോർട്ടുകളും അവർ നൽകുന്നുണ്ട്, സ്പെഷ്യലൈസ്ഡ് റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. അതിൽ പലതും ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ആഫ്രിക്കൻ ജനതയുമായി ബന്ധപ്പെട്ട പ്രത്യേക വാർത്താ വിശേഷങ്ങളോ വാർത്താ ചിത്രങ്ങളോ വാർത്താ ദൃശ്യങ്ങളോ ആണ്. നമുക്ക് ഇതിനെ കൺക്ലൂഡ് ചെയ്യാമെന്ന് തോന്നുന്നു. These are three major news agencies, and these three major agencies exert a great influence in the news gathering scenario in the world. ലോകത്തിന്റെ വാർത്താ ശേഖരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സേവനങ്ങളും സ്വാധീനവും നൽകുന്ന 3 പ്രധാന വമ്പൻ വാർത്താ ഏജൻസികൾ ആണിവ. അതുകൊണ്ട് തന്നെ some of the allegations constantly raised against these agencies by communication experts are imbalance in news reporting, European and American centric news collection, prejudiced reporting of the third world, etc. ഇവർ വമ്പന്മാരാണെന്ന് പറഞ്ഞു, ധാരാളം സ്വാധീനം ഉള്ളവരാണെന്ന് പറഞ്ഞു, തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇവർ ഏറ്റെടുത്തില്ലെങ്കിൽ ലോകത്തുള്ള ഒരു സംഭവം വാർത്തയാകില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പൊതുവെ മാധ്യമ വിമർശകർ അല്ലെങ്കിൽ ആശയവിനിമയ വിദഗ്ധന്മാർ ഇവർക്കെതിരെ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇവയ്ക്കാണ്. ഒന്ന്, ഇംബാലൻസ് ഇൻ ന്യൂസ് റിപ്പോർട്ടിംഗ്. പൊതുവെ ഒരു സന്തുലിതാവസ്ഥയിലുള്ള വാർത്തകളല്ല ഇവർ നൽകുന്നത്. ചില പ്രത്യേക രാജ്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട്, ചില പ്രത്യേക രാജ്യങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പ്രാധാന്യം കുറച്ചുകൊണ്ടുള്ള ന്യൂസ് റിപ്പോർട്ടിംഗ് ഇവർക്കുണ്ട് എന്നൊരു ആരോപണം നൽകുന്നത്. യൂറോപ്യൻ ആൻഡ് അമേരിക്കൻ സെൻട്രിക് ന്യൂസ് കളക്ഷൻ, കൂടുതലും യൂറോപ്യൻ രാജ്യങ്ങളെയും അമേരിക്കൻ രാജ്യങ്ങളെയും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വാർത്തകളാണ് ഇവർ നൽകുന്നത് എന്നൊരു വിമർശനവുമുണ്ട്. ആൻഡ് പ്രജുഡിസ്ഡ് റിപ്പോർട്ടിംഗ് ഓഫ് ദ തേർഡ് വേൾഡ്, മൂന്നാം ലോക രാഷ്ട്രങ്ങളെ കുറിച്ച് പ്രത്യേകിച്ചും റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ പ്രജുഡിസ്ഡ് ആയിട്ടുള്ള മുൻധാരണയോട് കൂടിയിട്ടുള്ള പ്രത്യേകിച്ച് നെഗറ്റീവ് ഷെയ്ഡിലുള്ള റിപ്പോർട്ടിങ്ങുകളാണ് ഇവർ നൽകുന്നതെന്നും ഒരു ആരോപണം കേൾക്കുന്നുണ്ട്. ഇത്രയുമാണ് പൊതുവായി ഈ 3 വാർത്താ ഏജൻസികളെ കുറിച്ചും ഇന്റർനാഷണൽ വാർത്താ ഏജൻസികളെ കുറിച്ചും പറയാനുള്ളത്. താങ്ക് യു.